ഇതാ നമ്മുടെ പുതിയ ഷോപ്പാണ് കേട്ടോ. പുതിയ ഷോപ്പ്, പുതിയ ഷോപ്പിൻ്റെ പരിസരമൊക്കെ ഒന്ന് കാണിക്കണം. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ വീട്. കണ്ടോ, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് കുണ്ടന്നൂർ ഇറങ്ങിയിട്ട്, കുണ്ടന്നൂർ പുതിയ പാലം ഇറങ്ങിയിട്ട് അവിടെ നിന്നൊരു 2-3 മിനിറ്റേ ഉള്ളൂ കേട്ടോ. നടക്കാനാണെങ്കിലും വണ്ടിക്കാണെങ്കിലും പെട്ടെന്ന് എത്തും. ഇതിൽ നമ്മുടേത് ഒരു ചെറിയ ഷട്ടറാണ്, ഒരു സ്റ്റെപ്പിൻ്റെ ഒരു വശമാണ്. നമുക്കത് മതി, ഇപ്പോൾ തൽക്കാലം അത് മതി. അപ്പം ഇതാണ് നമ്മുടെ പുതിയ ഷോപ്പ്. റണ്ണിങ് ആയിട്ടില്ല. അന്ന് ഞാൻ പെട്ടെന്ന് എനിക്ക് തോന്നി ഒരു കഞ്ഞിക്കച്ചവടമൊക്കെ നിർത്തണോ, കർക്കിടക കഞ്ഞി കേട്ടോ. എനിക്ക് ആവശ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വീഡിയോസിൽ ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതുപോലെ നമ്മളങ്ങോട്ട് പെട്ടെന്ന് ഞാനൊന്നങ്ങോട്ട് ചെയ്തതാണ്. കർക്കിടകത്തിന് മുമ്പ് ഷോപ്പ് തുറക്കണമെന്ന് എനിക്ക് തോന്നി. പിന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്തെങ്കിലും ചെയ്യാമല്ലോ ഓർത്തിട്ടാണ്. അപ്പം ഞാൻ ഓർത്ത് വെറുതെ അങ്ങനെ ഇടണ്ടല്ലോ എന്ന് ഓർത്ത് അങ്ങനെ ചെയ്തതാണ്. അപ്പം നമ്മൾ ഓയിലൊക്കെ കൊണ്ടുവന്ന് നമ്മൾ എല്ലാം ഫില്ല് ചെയ്ത്, ഇനിയും സാധനങ്ങളുണ്ട്. ഇവിടെ ഷോപ്പ് ചെറുതാണെങ്കിൽ നമ്മൾ ഇവിടേക്കൊന്ന് റെഡിയാക്കി എടുക്കണം. കുറേ കാര്യങ്ങളുണ്ട്. ബോർഡൊന്നും പുറത്തോട്ടൊന്നും വെച്ചിട്ടില്ല. എന്നാലും കസ്റ്റമേഴ്സ് നമുക്ക് പഴയ ഷോപ്പിൻ്റെ അവിടെ നിന്ന് ആൾക്കാരെല്ലാം വരുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്, നമ്മളെ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മളെ ചേർത്ത് നിർത്തുന്നുണ്ട് കേട്ടോ. എല്ലാവരും നമ്മളെ ചേർത്ത് നിർത്തുന്നുണ്ട്. ആരും എന്താണ് എങ്ങനെയെങ്കിലും കൊച്ചൊന്ന് എന്തെങ്കിലും നല്ല രീതിയിൽ വരുന്നുണ്ടല്ലോ, നല്ല സാധനമാണല്ലോ എന്നുള്ള ആ ഒരു ഇതിൽ തന്നെ നമുക്ക് നല്ലൊരു പരിഗണന തരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ചെയ്യണം, കുറച്ച് കാര്യങ്ങളുണ്ട്. ചിങ്ങം തുടങ്ങിയിട്ടായിരിക്കോളൂ നമ്മൾ ശരിക്കും സ്ഥിരം. പിന്നെ നമ്മൾ എല്ലാ ദിവസവും റെഗുലറായിട്ട് ഇതുണ്ടാകും. അതിന് മുമ്പ് ഇവിടെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്യണം. അപ്പോൾ ഇതിലൂടെ എനിക്കൊരു മനസ്സിലായിരിക്കണ ഒരു കാര്യം, നമ്മൾ ഷോർട്സ് വീഡിയോ ചെയ്യണോണ്ടിട്ടാണ് കേട്ടോ വേഗം പറയുന്നത്. നമ്മൾ ഡ്രൈവിങ് പഠിക്കണം. മനസ്സിന് നല്ല ധൈര്യം ഉണ്ടാവണം. അതുപോലെ തന്നെ ഒറ്റയ്ക്കെല്ലാം ചെയ്യാൻ പഠിക്കണം. ഇവരുണ്ടാവും എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ മനസ്സിലെ ടെൻഷനോ തീയോ എന്താ അതിനൊക്കെ പറയണം, ആദി വ്യാധി എല്ലാം അല്ലേ, അത് നമുക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അതിനൊക്കെ പിന്നെ അതുമല്ല, ഒരു ഹൗസ് വൈഫായിട്ടുള്ളവർ ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങുമ്പോൾ ഒരുപാട് പരിമിതികളുണ്ട്. ഒരുപാട് പരിമിതികളെന്ന് പറഞ്ഞാൽ ഒരുപാട് പരിമിതികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ തരണം ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഈ 2 വർഷം കഴിഞ്ഞ് ഞാൻ മുന്നോട്ട് വന്നത്. അപ്പോൾ എൻ്റെ ശക്തിയും ധൈര്യവും ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ. എൻ്റെ കസ്റ്റമേഴ്സാണ്. തിരുവനന്തപുരം, കൊല്ലം, അതിലെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് പാലക്കാട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊറിയർ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുകയും ചെയ്യും. എനിക്ക് കസ്റ്റമറെയൊക്കെ ഇത് തരും കേട്ടോ, അഡ്വൈസ് ചെയ്ത് തരും. അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര ധൈര്യം തരുന്നതാണ്. അങ്ങനെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ, ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്ക് ഓരോ ദിവസം ജോലിയും തോറും കസ്റ്റമേഴ്സ് നമുക്ക് വരുന്നുണ്ട്. അപ്പം ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കണേ കേട്ടോ, മൂകാംബിക കാച്ചിയ എണ്ണ ഒരു മരുന്നല്ല, അത് ഒരു ശരിക്കും നല്ലൊരു വെളിച്ചെണ്ണയാണ്. ചക്കിലാട്ടിയ വെളിച്ചെണ്ണയിൽ നമ്മൾ നല്ലോണം പച്ചമരുന്നുകളൊക്കെ ചേർത്ത് നമ്മുടെ മണ്ണിലുണ്ടാവുന്ന നല്ല നല്ല സസ്യങ്ങളൊക്കെ ചേർത്ത് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒരു നിത്യോപയോഗത്തിലൂടെ നമ്മുടെ മുടിക്കും നമ്മുടെ ആരോഗ്യത്തിനും നല്ലതേ വരുള്ളൂ. അപ്പോൾ അതാണ് എനിക്ക് മരട് നെട്ടൂരിൽ നിന്നുള്ള മൂകാംബിക കാച്ചിയെണ്ണയുടെ വിശേഷങ്ങൾ. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, എല്ലാവരും ഒന്നും കൂടി ഞാൻ പറയണേന്, ഡ്രൈവിങ് പഠിക്കണം കേട്ടോ. പ്രത്യേകിച്ച് സ്ത്രീകൾ ഡ്രൈവിങ് പഠിക്കണം. അത് നമുക്കൊരു ധൈര്യവും ശക്തിയുമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. ഓക്കെ.